ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് വരവായി. എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലാണ്. പ്രത്യേകിച്ച് സ്കൂളും കോളേജും ഒക്കെ ഇന്നുകൊണ്ട് തീരും. ബാക്കി ഓഫീസുകളൊക്കെ രണ്ട് ദിവസം കൂടെയൊക്കെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് എല്ലാവരും ബന്ധുവീടുകളിലും ഗ്രാൻഡ് പാരൻസിനെയൊക്കെ കാണാനുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്ന ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മുന്നോടിയാണ്. ഇവിടെ ഞങ്ങളും തിരക്കിലാണ്. ഇന്ന് ശനിയാഴ്ച, നാളെ ഞായറാഴ്ച രാവിലെ രാത്രി ആരാധനയ്ക്ക് പോകണം. 23-ാം തീയതി ചൊവ്വാഴ്ച ചർച്ചിലെ ക്രിസ്മസ് കരോൾ അതിന് സംബന്ധിക്കണം. 25-ാം തീയതി വ്യാഴാഴ്ച ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ചർച്ചിൽ ആരാധനയുണ്ട്, അതിന് പോകണം. അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ചർച്ചിൽ പോകണം, പല പല കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ പതുക്കെ ക്രിസ്മസ് ആഘോഷത്തിന് ശേഷമേ വരികയുള്ളൂ. അവരവരുടെ വീട്ടിലെ കരോളും ക്രിസ്മസും ആഘോഷവും ഒക്കെ പേരൻസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. എല്ലാവരും ന്യൂ ഇയറിനെങ്കിലും ഒന്നിച്ച് കൂടാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാൻ ഞാൻ ഇന്നൊരു എഗ് ബിരിയാണി, സിമ്പിളായിട്ടൊരു എഗ് ബിരിയാണി ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. വീണ്ടും ഒരു ക്രിസ്മസ് വന്നു ചേർന്നു. എല്ലാ ഭവനങ്ങളിലും ദേവാലയങ്ങളിലും മനുഷ്യർ പാർക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും യേശുക്രിസ്തുവിനെ വരവേൽക്കുവാൻ ഉണ്ണി യേശു പിറന്നു എന്ന് മറ്റുള്ളവരോട് ഘോഷിക്കുവാനുള്ള ഒരുക്കമാണ്. എല്ലാവർക്കും അറിയാമെങ്കിലും മറ്റുള്ളവർക്ക് കേൾക്കാനും കാണാനും ഒക്കെ ഇത് ഒരു ആഘോഷമായി തന്നെ ആകുന്നു. നമ്മുടെ ഹൃദയങ്ങളിലും അത് യേശുക്രിസ്തു ജനിച്ചു, നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നാം മറന്നു പോകാതെ ഇരിക്കാൻ ഈ ആഘോഷത്തിനിടയിലും നാം സൂക്ഷിക്കേണ്ടതാണ്. ക്രിസ്മസ് മുന്നോടിയായിട്ട് നമുക്കൊരു എഗ് ബിരിയാണി ഉണ്ടാക്കാം. ഇനി പല ബിരിയാണികളും ഒക്കെ ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കണം. പല പല വിഭവങ്ങളും എല്ലാ വീടുകളിലും ഭവനങ്ങളിലും ഒക്കെ ഉണ്ടാക്കും. മക്കളും കൊച്ചുമക്കളും ഒക്കെ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് കഴിച്ചു കൂടുന്ന ഒരു സമയമാണല്ലോ ക്രിസ്മസ് കാലഘട്ടം. നമുക്ക് ഒരു എഗ് ബിരിയാണി. ഇപ്പോൾ 4 മുട്ട ഞാൻ പുഴുങ്ങി വരഞ്ഞ് വെച്ചിട്ടുണ്ട്, തോട് കളഞ്ഞ് വരഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞിട്ട് 2 ഗ്ലാസ്, അത് 1/2 കിലോ ബിരിയാണി, ചെറിയ ബിരിയാണി അരിയാണ്, വലുതല്ല, ലോങ് റൈസ് അല്ല, ഷോർട്ട് റൈസാണ്. അത് തെർമൽ കുക്കറിൽ വേവിച്ച് ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈങ് പാനിലൊക്കെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ, 4 ടേബിൾ സ്പൂൺ വേണം. 2 ഗ്ലാസ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുറച്ചു. നെയ്യല്ല, സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് ഒന്ന് വഴന്ന് ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അല്പം കറിവേപ്പില, ഇത്രയും കൂടെ തീരെ ചെറുതാക്കണ്ട, വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ചേർത്ത് വഴറ്റാം. അതിലേക്ക് 4 സവാളയാണ് ചേർക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് ഒരു 2 സവാള എന്നുള്ള രീതിയിൽ വേണമെങ്കിലേ നമുക്ക് മസാല കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ വഴറ്റിയിട്ട് ഇത് ഞാൻ മിക്സിയിൽ ഈ മസാലകളെല്ലാം കൂടെ അരയ്ക്കും. അങ്ങനെയാണ് ഇന്നത്തെ എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത്, കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് 4 സവാള, മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് വഴറ്റിയിട്ട്, എണ്ണ ഇത് തന്നെ മതിയായും, കൂടുതൽ ചേർക്കണ്ട, വഴറ്റി ഒരുവിധം നല്ലപോലെ ബ്രൗൺ ആകണ്ട, സവാള ഒന്ന് വെന്തു എന്ന് വരുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് അത് ഒരു വലിയ പാത്രത്തിലേക്ക് ആക്കണം. നമുക്ക് ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ്. സവാള ഒന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് മല്ലിയില, തക്കാളിയൊക്കെ ചേർക്കാം. ഞാൻ അതിന് പകരം, തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസും അല്പം ഗാർലിക് ജിഞ്ചർ പേസ്റ്റും കൂടാണ് ചേർക്കുന്നത്. അപ്പോൾ അല്പം ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും, അല്പം കുരുമുളക് പൊടി, അല്പം ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് ആ ടൊമാറ്റോ സോസിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉപ്പും പാകത്തും ചേർക്കണം. ഉപ്പ് കൂടിപ്പോകരുത്, കാരണം നമ്മൾ ചോറിനകത്ത് ഉപ്പ് ചേർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന ചോറാണ്. ഇത് നല്ലതുപോലെ ഒരുവിധം വഴന്ന് കഴിഞ്ഞിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയിൽ അരച്ചെടുത്ത മസാലയാണിത്. ഇതിനെ വേറൊരു വലിയ ഒരു പാനിലോട്ട്, ഒരു അലുമിനിയം നോൺ അലോയിയുടെ ഉരുളിയിലോട്ട്
ഒഴിച്ചിട്ട് ഒരുവിധം മസാല ആ വെള്ളമയമൊക്കെ ഒന്ന് പറ്റി മസാല ചാറ് കുറുകുമ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർക്കാം. ഇത് നല്ലതുപോലെ ചേർത്ത് കുറച്ചും കൂടെ വെള്ളം വറ്റി ചാറ് നല്ലതുപോലെ കൊണ്ട് നമ്മളൊരു കുറുമയ്ക്കൊക്കെ എടുക്കുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു സ്റ്റേജിലായി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് മുട്ട മാത്രം മാറ്റിയെടുത്തൊരു പാത്രത്തിലോട്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഈ മസാലയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഈ സമയത്ത് ലോ ഫയറിൽ ഗ്യാസ് ഇപ്പോൾ ഓഫ് ചെയ്ത് കളയരുത്. ഈ ചോറും കൂടെ ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴും ഈ ഗ്യാസ് ലോ ഫയറിൽ തന്നെ ആയിരിക്കണം. എങ്കിലേ ഇതിൻ്റെ ഈർപ്പം ദം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതോടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്തെ ഈർപ്പം മുഴുവനും മാറി ഈ ചോറും മസാലയും കൂടെ നന്നായിട്ട് യോജിച്ചിരിക്കും. പിന്നെ അതിനകത്ത് നല്ലതുപോലെ ഉണ്ടല്ലോ, നമുക്ക് അറിയാം, നമ്മൾ തവിയിട്ട് ഇളക്കുമ്പോൾ നമുക്കറിയാം. നല്ലതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നല്ല രുചികരമായ നമുക്ക് നല്ല റൈസാണിത്. നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് അഡീഷണൽ തൈര് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ടൊമാറ്റോ ഉണ്ട്. അതിനകത്ത് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർക്കുക. താങ്ക് യു.